ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ എല്ലാവർക്കും? ആഹാ, എല്ലാവർക്കും സുഖാണല്ലേ? കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ എന്താ പറഞ്ഞത്? താരയുടെ കഥ പറഞ്ഞല്ലേ? എന്താ താര ചെയ്തിരുന്നത്? ആ, താര വന്നു, കൂട് തുറന്നു. കൂട് തുറന്നപ്പോ ആരാ പുറത്തു വന്നത്? ആ, കുഞ്ഞിക്കോഴിയല്ലേ? കൂട് തുറന്നു, കുഞ്ഞിക്കോഴി പുറത്തു വന്നു. പുറത്തു വന്ന കുഞ്ഞിക്കോഴിക്ക് താര എന്താ കൊടുത്തത്? ആ, അരിമണിയല്ലേ? താര അരി വിതറി, കുഞ്ഞിക്കോഴി അരി തിന്നു. താര നോക്കി നിന്നു. എന്നിട്ടോ കുഞ്ഞിക്കോഴി അരി തിന്നുന്നത് ആരൊക്കെയോ കണ്ടു അല്ലേ? ആരൊക്കെയാ കണ്ടത്? ആ, പരുന്ത് കണ്ടു, കാക്ക കണ്ടു, തത്തയും കണ്ടു അല്ലേ? നമുക്കതൊന്നുകൂടെ വായിച്ചു നോക്കാം. താര വന്നു, കൂട് തുറന്നു, കുഞ്ഞിക്കോഴി പുറത്തു വന്നു. താര അരി വിതറി, കുഞ്ഞിക്കോഴി അരി തിന്നു. താര നോക്കി നിന്നു, പരുന്ത് അത് കണ്ടു, കാക്കയും അത് കണ്ടു. ഒന്നുകൂടെ വായിക്കാം. താര വന്നു, കൂട് തുറന്നു, കുഞ്ഞിക്കോഴി പുറത്തു വന്നു. താര അരി വിതറി, കുഞ്ഞിക്കോഴി അരി തിന്നു. താര നോക്കി നിന്നു, പരുന്ത് അത് കണ്ടു, കാക്കയും അത് കണ്ടു. കുഞ്ഞിക്കോഴി അരി തിന്നുന്നത് ആരൊക്കെ കണ്ടു? ആ, പരുന്ത് കണ്ടു, കാക്ക കണ്ടു, തത്ത കണ്ടു അല്ലേ? ഇനി ഞാൻ കുറച്ച് വാക്കുകൾ കാണിക്കാം. ഈ വാക്കുകൾ നമ്മുടെ പാഠപുസ്തകത്തില് ഇപ്പൊ നമ്മൾ വായിച്ച പേജിലുള്ളതാ. നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ ഈ വാക്കുകൾ? ആ, ചിലരൊക്കെ വായിക്കുന്നുണ്ടല്ലേ? ശരി, ടീച്ചർ വായിച്ചു തരാം. വന്നു, നിന്നു, തുറന്നു, തിന്നു. ഒന്നുകൂടെ. വന്നു, നിന്നു, തുറന്നു, തിന്നു. ഇനി നമ്മുടെ പാഠപുസ്തകത്തിലെ ഈ പേജ് എടുക്കുക എല്ലാവരും. ദാ ഇതില് കണ്ടോ ടീച്ചർ നേരത്തെ വായിച്ചു തന്ന വാക്കുകള്? വന്നു, തിന്നു, നിന്നു, തുറന്നു. ഇനി ഈ വാക്കുകള് നമ്മുടെ പാഠത്തിൽ നിന്നും കണ്ടെത്തി നിങ്ങൾ വട്ടമിടണം. എല്ലാവരും പാഠത്തിൽ നിന്ന് കണ്ടെത്തി വട്ടമിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ഇനി ഈ വാക്കുകൾ നിങ്ങളുടെ മലയാള നോട്ട് പുസ്തകത്തിൽ എഴുതണേ. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ അടുത്ത പ്രവർത്തനം നോക്കാം. വരച്ച് യോജിപ്പിക്കാം. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ടീച്ചർ ഒന്ന് വായിക്കാം. താര, കൂട്, അരി. ഇപ്പുറത്തോ? തിന്നു, വന്നു, തുറന്നു. ഇവിടെ നമ്മൾ യോജിപ്പിച്ച് വരക്കണം. താര തിന്നു എന്നാണോ, വന്നു എന്നാണോ, തുറന്നു എന്നാണോ? താര വന്നു അല്ലേ? അപ്പൊ അതാ വരച്ചത് കണ്ടില്ലേ? താര വന്നു. അടുത്തത് ഏതാണ് വാക്ക്? കൂട് അല്ലേ?
കൂട് എന്താ ചെയ്തത്? കൂട് തുറന്നു അല്ലേ? അപ്പൊ നമുക്ക് കൂട് തുറന്നു എന്നതിലേക്ക് വരക്കാം. അടുത്തത് അരി. അരി തിന്നു അല്ലേ? അപ്പൊ നിങ്ങൾ ഇതുപോലെ വരക്കണം. ഇനി അതൊന്ന് യോജിപ്പിച്ച് എഴുതാം. താര വന്നു, കൂട് തുറന്നു, അരി തിന്നു. ഇനി ഇവിടെ നോക്കൂ. ഇവിടെ 3 വാക്കുകൾ എഴുതണം അല്ലേ? അതിൽ ആദ്യത്തെ വാക്ക് താര. താര എന്നുള്ളതിൽ താ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത അക്ഷരം ഏതാണ്? ര അല്ലേ? ര എന്ന് എല്ലാവർക്കും എഴുതാൻ അറിയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചില്ലേ? ആ ര എന്ന അക്ഷരം നമുക്കിവിടെ എഴുതാം. ര, താര. അടുത്തത് ആ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? അരി അല്ലേ? ആ രി, അരി. അടുത്തത് വി, അവസാനത്തെ അക്ഷരം റി. അപ്പൊ എന്തായിരിക്കും നടുവില്? എന്തായിരിക്കും വാക്ക്? വിതറി അല്ലേ? വിതറി എന്ന് പറയുമ്പോ വി തന്നിട്ടുണ്ട്. അതിന്റെ അടുത്ത അക്ഷരം ഏതാണ് എഴുതണ്ടേ? ത അല്ലേ? അപ്പൊ ഇവിടെ ത, വിതറി. ഇത് നിങ്ങളുടെ മലയാള നോട്ട്ബുക്കിലും കൂടി എഴുതണേ. അപ്പൊ എല്ലാവരും പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് ടീച്ചർക്ക് അയച്ചു തരണം.